സർക്കാരിനെതിരായ വിമർശനത്തിൽ പങ്കുചേരാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. പുതിയ സർക്കാർ ആയതിനാൽ ചില വിഭാഗങ്ങളിൽ നിന്ന് സ്വാഭാവികമായും ആശങ്കകൾ ഉണ്ടാകാം. ആശങ്കകൾ പരിഹരിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. മദ്യനയത്തിലും കരിമണൽ ഖനനത്തിലും ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. യു.ഡി.എഫ് സർക്കാർ അധികാരം ഏറ്റിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂ. വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ സർക്കാരിന് സമയം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ തീരുമാനങ്ങളിൽ ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പാർട്ടി വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിലും കരിമണൽ ഖനന നിർദ്ദേശങ്ങളിലും ആശങ്കകൾ ഉയർന്നിട്ടുണ്ടെന്നും അത്തരം ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും ഇത്തരം നയപരമായ തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. വിവിധ കോണുകളിൽ നിന്നും സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മദ്യലഭ്യത കൂട്ടുന്നതിനേക്കാൾ സംസ്ഥാനത്ത് മദ്യപാനം കുറയ്ക്കുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പരസ്യമായി വിമർശിച്ചിരുന്നു. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത സിറാജ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിലൂടെ ഈ തീരുമാനത്തെ വിമർശിക്കുകയും മദ്യനയത്തിലെ മുൻ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബജറ്റ് അവതരണത്തിന് തൊട്ടു പിന്നാലെ ഈ നീക്കത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് CPM ആരോപിച്ചിരുന്നെങ്കിലും സർക്കാർ ഈ വാദം തള്ളിക്കളയുകയായിരുന്നു. ഇതിനിടെ മന്ത്രിയായതിനു ശേഷം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥാനത്ത് തുടരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം മന്ത്രിസഭയിൽ ചേർന്നിട്ട് ഒരു മാസം മാത്രമേ ആയുള്ളൂവെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. KPCC നേതൃത്വത്തെക്കുറിച്ച് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അത്തരം കാര്യങ്ങൾക്ക് സമയമെടുക്കും അദ്ദേഹം പറഞ്ഞു.